രമ്യ വിധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു മോഡലാണ്. സെക്സ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചേച്ചി ഈ രീതിയിൽ ഈ കാമവാഹിനി എന്ന പേര് വിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് ചേച്ചിയുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുമാണെന്ന് ഞാൻ പറഞ്ഞാൽ എത്തിർക്കുമോ? ഞാനിങ്ങനെ അങ്ങോട്ട് വിവസ്ത്രയായിട്ട് നിന്ന് എന്റെ ശരീരഭാഗങ്ങൾ ആൾക്കാരെ കാണിച്ച് ഞാൻ പൈസ ഉണ്ടാക്കുന്നല്ല. അപ്പൊ നിങ്ങൾക്ക് നാണമില്ലേ? ചെയ്യേണ്ട രീതിക്ക് ചെയ്തെങ്കിലേ അതിനെ സെക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ചുമ്മാ സെക്സ് എന്ന് പറഞ്ഞ കാര്യം നടക്കും. ഇങ്ങനെ വിവസ്ത്രയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടല്ലയോ നിങ്ങൾക്ക് സെക്സ് ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്നുള്ളതും ഒരു പെണ്ണിന്റെ ശരീരം ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയത്? കാണിക്കുന്നതാണോ ഇത് കാണുന്നതാണോ കൂടുതൽ തെറ്റ്? എനിക്ക് എന്റെ ഫാമിലിയെ കൊണ്ടുവന്ന് കാണിക്കുന്നതിനോട് താല്പര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും എല്ലാവരും എന്റെ ഫാമിലീസ് എല്ലാവരും എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ചേച്ചി തന്നെ ഇപ്പൊ പറഞ്ഞു കുട്ടികൾ കാണുന്ന പ്രോഗ്രാം ആയിരിക്കും. അയ്യോ അപ്പൊ എന്നെ ആ രീതിയിൽ കാണുമോ എന്നൊരു ചേച്ചി പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമിൽ ചേച്ചി ചെയ്യുന്ന വീഡിയോസ് സ്വാഭാവികമായിട്ടും കുട്ടികൾ കാണാം. അപ്പൊ ചേച്ചിക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് ചേച്ചി ചെയ്യുന്ന വീഡിയോസ് കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്തതാണ്. എന്നെ വിമർശിച്ചിട്ട് ഇവളിത് ചെയ്യുന്നു, ഇവക്ക് കുടുംബം കുട്ടികൾ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അടുത്ത ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ സീന് അവൾ പോയിട്ട് വേറൊരു വ്യക്തിയെ ചാറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ കിടക്കാൻ കുഴപ്പമില്ല. നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഇതിനെ പറ്റിയേ സെർച്ച് ചെയ്യുള്ളൂ. എല്ലാ പിള്ളേരിലുള്ള ഒരു വികാരമാണ് കാമോ എന്ന് പറയുന്നത്. പിന്നെ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇല്ലേ? നിങ്ങൾക്ക് സെക്സ് ആപ്ലിക്കേഷൻ ഞാൻ കോടികൾ ഉണ്ടാക്കുന്നൊന്നുമില്ലല്ലോ. കോടികൾ ഉണ്ടാക്കുന്നില്ല, അതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാവുന്നുണ്ടോ? ഈ ലോകത്ത് എല്ലാ ആൾക്കാർക്കും ബിക്കിനി ഇട്ട് മോഡൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ 100% ആൾക്കാരുണ്ട്. നിങ്ങൾ എല്ലാവരും ബിക്കിനി ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചേച്ചി പറയുന്ന ഉള്ളിനുള്ളിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയുമോ? ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാല് ആ പെണ്ണിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുമായിരിക്കും? പെണ്ണിനെ ആദ്യം ഞാൻ അവിടെ എത്തിയിട്ട് സംസാരിക്കും. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ പറഞ്ഞ് തർക്കിക്കരുത്. അഡൽട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കാണാൻ ആളുള്ളത്. അപ്പൊ മാർക്കറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. മാർക്കറ്റ് ഉള്ളതുകൊണ്ടല്ലോ ചേച്ചി ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ പൈസ ഒന്നും വരുന്നില്ല. ചേച്ചി ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ചേച്ചിയുടെ ഫുൾ നോഡ് കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, കാണിച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാ? ചേച്ചിക്ക് ആപ്ലിക്കേഷനിലെ പണം കിട്ടൂ. ചേച്ചി അവസാനം അതിലേക്ക് എത്തി. പോയിന്റിലേക്ക് കടക്കണ്ട, പറ ബാക്കി പറ. ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ഷിബിൻ ഗാഡ്സൺ ബറുവ. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് മൈ മീഡിയ. പോൺ സ്റ്റാർ. സമൂഹത്തിൽ ഒരു വ്യക്തിയും പോൺ സ്റ്റാർ ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. സാഹചര്യങ്ങളായിരിക്കാം അവരെ ഒരു പോൺ സ്റ്റാർ ആക്കുന്നത്. അത്തരത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പോൺ സ്റ്റാറായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ മുമ്പിലുള്ളത്. മറ്റാരുമല്ല, കാമവാഹിനി എന്ന പേരിൽ അറിയപ്പെടുന്ന രമ്യ വിധു. രമ്യ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങനെ പോകുന്നു ഇപ്പൊ കാര്യങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. ആരാണ് ഈ കാമവാഹിനി? എവിടെ നിന്ന് വന്നു ആ ഒരു പേര്? ഞാൻ തന്നെയാണ് കാമവാഹിനി. ഞാൻ തന്നെയാണ് എൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ പേരിടാൻ കാരണം? അതാണ് അടുത്ത ചോദ്യം. അതെ, ഈ കാമോ എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള, ഈവൻ തന്റെ മനസ്സിൽ പോലും ഉണ്ടാവും അല്ലെ? എന്താ കാമം എന്നുള്ളത്? കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഒരു ഭാഷയല്ല. കാരണം വെച്ചാൽ അച്ഛൻ അമ്മയോട് സ്നേഹം തോന്നാം, 100%. കുഞ്ഞിന് അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാവും എന്ന് പറയുന്നതാണ് കാമം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് സെക്സ് എന്ന് മാത്രം കാമത്തെ ഉദ്ദേശിക്കുന്നത് തെറ്റാണ്. അതാണ് എനിക്ക് മനുഷ്യരുടെ മുമ്പിൽ തുറന്നു പറയാനുള്ള കാര്യവും കാരണങ്ങളും എല്ലാമായിട്ടാണ്. എനിക്കൊരു ചോദ്യമുണ്ട്. ഈ കാമം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് ഓൾറെഡി രമ്യ എന്ന് വിളിക്കാലോ അല്ലെ? കാമവാഹിനി എന്ന് വിളിക്കാനാ. പക്ഷെ എനിക്ക് ആ പേര് അധികം ഇങ്ങനെ കാമം എന്ന് പറഞ്ഞു അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. രമ്യ എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രേമം, കാമം, അതുപോലെ തന്നെ ഇതൊക്കെ ഒരു വികാരങ്ങളാണ്. അപ്പോൾ ഈ കാമം എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ തന്നെ പ്രധാനമായിട്ടും ജനങ്ങളിലേക്ക് അതൊരു പേരാക്കി മാറ്റി അതിന് പ്രത്യേക ഒരു പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണല്ലോ ഇപ്പോൾ നിലവിൽ കാമവാഹിനി എന്ന പേര് ചൂസ് ചെയ്യാനുള്ള കാരണം. അതെന്ത് പ്രലോഭനം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശ്യം എന്താണ്? പ്രലോഭനമോ ഉദ്ദേശ്യമൊന്നുമല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമൂഹത്തിലുള്ള പെൺപിള്ളേർ എന്താ വെച്ചാൽ പണ്ട് കാലത്തുള്ള അമ്മമാര് അല്ലെ ചേച്ചിമാര് എല്ലാവർക്കും ഈ കാമം എന്താണെന്നും അതിനെ എങ്ങനെയാണ് ഒരു പുരുഷന്റെ മുമ്പിൽ പ്രതിഫലിപ്പിക്കേണ്ടതെന്നും അറിയാൻ വയ്യാത്ത ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന പെൺപിള്ളേർ വരെയുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കഴിച്ച് എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്ന പെൺപിള്ളേരോട് ഒരുപാട് പേരുണ്ട്, ഫാൻസായിട്ട്. അപ്പം ഇവർ ചോദിക്കുന്ന ഒരു കാര്യം, ചേച്ചി ഇപ്പോൾ പുറലോകത്തോട് പറയാൻ പറ്റില്ല ചേച്ചി പറയുന്ന സത്യമാണ്, പക്ഷേ സത്യമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ എന്നെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ആൾക്കാർക്ക് അറിയാൻ ചേച്ചി പറയുന്നത് സത്യമാണെന്ന് ചേച്ചി തന്നെ ഇപ്പോൾ കരുതുകയാണ്. ചേച്ചി പറയുന്ന എല്ലാം സത്യമാണെന്നാണ് ചേച്ചി കരുതുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തിട്ടെ, നിങ്ങൾക്ക് ഒരു പെണ്ണിനോട് സ്നേഹം തോന്നി, അല്ലെ നിങ്ങൾക്ക് ഒരു പെണ്ണിനെ അല്ലെ പോട്ടെ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ
കാമുകിയാണ്. ഞാൻ വിവാഹിതനല്ല, അവിവാഹിതൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചു ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്, ആരുമായിട്ട് വേണമെങ്കിലും സെക്സ് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും സെക്സ് ചെയ്യാം. ചെയ്യാം, പക്ഷെ അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്തെങ്കിൽ അതിന്റെ സെക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ചുമ്മാ സെക്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇല്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾ സെക്സ് ചെയ്യുന്ന പൂർണ്ണതയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ് താങ്കൾക്ക് മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇപ്പോൾ എല്ലാവർക്കും സെക്സ് ചെയ്യാൻ അറിയില്ല താങ്കൾ ഇപ്പോൾ പറയുന്നത്. അതായത് ഇപ്പൊ ചേച്ചി പറയുന്നത്, സ്വാഭാവികമായിട്ട് ചേച്ചി പറഞ്ഞു തുടങ്ങിയത് ഈ കാമം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് ചേച്ചിയുടെ വീഡിയോകളിലൂടെ ശ്രമിക്കുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഒരുപാട് ഡോക്ടർമാർ ഇന്ന് നമ്മുടെ സുലഭമായിട്ട്, ഡോക്ടർ അനിതാമണി, അതുപോലെ ഡോക്ടർ എനിക്ക് തോന്നുന്നു അനൂപ് ജോസഫ്, അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. ഒരുപാട് ഡോക്ടർ അനിതാമണിയുടെ ഒക്കെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വൈറലാണ് ആ സ്ത്രീ. അപ്പൊ അല്ല ഞാൻ പറയട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്സ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കൃത്യമായി അതിന് ക്ലാസ് എടുത്തു തരാൻ അതിന് ടാലന്റ് ഉള്ള, നല്ല പോലെ കഴിവുള്ള, വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പ്രാക്ടിക്കലായിട്ട് കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാൾക്കൊരു കാര്യം മനസ്സിലാകാൻ അയാളുടെ ഉപബോധ മനസ്സിലാകുന്നതിന് വേണ്ടി അത് കാണിച്ചു തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ക്ലാസ് എടുക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ഉണ്ടായാൽ മതി. അപ്പോൾ അങ്ങനെ ഉള്ളവരുള്ളപ്പോൾ ചേച്ചി ഈ രീതിയിൽ ഈ കാമവാഹിനി എന്ന പേര് വിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് ചേച്ചിയുടെ ഏണിങ്സിന് വേണ്ടിയും ചേച്ചിയുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുമാണെന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കുമോ? എതിർത്തിരിക്കും, തീർച്ചയായിട്ടും, 100%. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മളെ ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ ടീച്ച് ചെയ്യാനെ കൊണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു ഫോർ എക്സാമ്പിൾ ചോദിച്ചോട്ടെ, നിങ്ങൾ സ്കൂളിൽ പോയി ഒരു കാര്യം പഠിക്കുന്നു, നിങ്ങളൊരു സാറ് വന്ന് നിങ്ങളുടെ മുമ്പ് ഇരുന്നോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നാൽ നിങ്ങൾക്ക് അതിനകത്ത് സംശയം ചോദിച്ചു ഇത് ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ പറഞ്ഞ് തർക്കിക്കരുത്. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട് എങ്കിൽ ഒരാൾക്ക് വന്നിട്ട് എന്താണ് ചേച്ചി നടത്തുന്ന എഡ്യൂക്കേഷൻ? ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ എങ്ങനെ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോസ് ഏകദേശം ഞാൻ ഈ സത്യം പറഞ്ഞ ചേച്ചി എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചി ആ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ ഒന്നിൽ പോലും ഞാൻ ചേച്ചി ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ കുറെ വീഡിയോസ് ഇൻസ്റ്റയിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇതൊന്നും അല്ല എന്റെ വീഡിയോസ് ഉള്ളത്. ഫസ്റ്റ് കുറെ ടിപ്സ് കാര്യങ്ങളായിട്ട് ഒരുപാട് വീഡിയോസ് ട്വിറ്റർ എക്സിലുണ്ട്. ട്വിറ്റർ എക്സിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് തൊട്ടുള്ള എല്ലാ വീഡിയോസും ഉണ്ട്. ഇപ്പൊ ഞാൻ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പണ്ടുള്ള കാലത്ത് ഉള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരു പുരുഷനോട്, എൻ്റെ ഭർത്താവിനോട് ഞാൻ എക്സാമ്പിൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് എനിക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിന് തൃപ്തി കിട്ടും, ഇങ്ങനെ ചെയ്താലേ എനിക്കത് പറ്റുള്ളൂ, എനിക്ക് എൻ്റെ എന്താ പറയുക, ഇത് ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കാണുന്നതായിരിക്കും, നമുക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു എപ്പിസോഡ് ആവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ തന്നെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ ഓപ്പണായിട്ട് മറുപടി പറഞ്ഞു. ഇപ്പം ഒരു പെണ്ണിനെ ആ പെണ്ണിന്റെ ബ്രസ്റ്റ് പിടിച്ചെങ്കിൽ ആ ബ്രസ്റ്റ് സക്ക് ചെയ്തെങ്കിൽ ആ പെണ്ണ് ചേച്ചി പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷെ അപ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞതിനൊരു മറുചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ചേച്ചി തന്നെ ഇപ്പോൾ പറഞ്ഞു കുട്ടികൾ കാണുന്ന പ്രോഗ്രാം ആയിരിക്കും, അയ്യോ അപ്പൊ എന്നെ ആ രീതിയിൽ കാണുമോ എന്നൊരു ചേച്ചി പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമിൽ ചേച്ചി ചെയ്യുന്ന വീഡിയോസ് സ്വാഭാവികമായിട്ടും കുട്ടികൾ കാണാം അല്ലേ? ചേച്ചി തന്നെ പറഞ്ഞു. അപ്പൊ ചേച്ചിക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്, ചേച്ചി ചെയ്യുന്ന വീഡിയോസ് കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് കാണാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്കറിയാം, ഈ കോവിഡിന്റെയും ഇതിന്റെയൊക്കെ സമയത്ത് എല്ലാ വിദ്യാർത്ഥികളുടെയും കയ്യിൽ ഫോൺ എത്തിയ സമയമാണ്. എല്ലാ 10 വയസ്സ് തൊട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്. എന്റെ വീഡിയോസിൽ മാത്രം കുട്ടികൾക്ക് പന്ന സന്ദേശം കിട്ടുന്നു എന്ന് പറയുന്നത് തെറ്റാ. ഇഷ്ടംപോലുണ്ടല്ലോ വീഡിയോസ്. അതിലൊരാളാണ് ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു. അല്ല, അതിലൊരാളാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഇതിനെ പറ്റിയേ സെർച്ച് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ അത് ഉള്ളിലുള്ള ഒരു വികാരമാണ് ആൾക്കാർ. എന്റെ കയ്യിൽ ഒരു ഫോൺ കിട്ടിയാൽ എന്റെ മനസ്സ് ചേച്ചിക്ക് എങ്ങനെ വായിക്കാൻ? അല്ല, നിങ്ങൾ ഇപ്പോഴത്തെ ഒരു യൗവന ചെറു പ്രായത്തിൽ വരുന്നത്. കാരണം വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു, എല്ലാ പിള്ളേരിലും ഉള്ള ഒരു വികാരമാണ് കാമം എന്ന് പറയുന്നത്. മനസ്സിലായോ? പിള്ളേരിൽ മാത്രമല്ല എല്ലാ മനുഷ്യരിലും ഉള്ള. ഇപ്പൊ വീട്ടുകാർ കുറെയൊക്കെ നോക്കണം. ഇപ്പൊ എന്റെ ഫാമിലിയിൽ ആരെങ്കിലും ഫോൺ കാണുന്ന, അല്ലെ കൊച്ചു കുട്ടികൾ കാണുന്ന, അത് നമ്മൾ ഒരു സ്റ്റേജ് വരെ പിള്ളേർക്ക് ഫോൺ കൊടുക്കരുതെന്ന് എന്തോരോ ആൾക്കാർ പറഞ്ഞ, ഡോക്ടേഴ്സ് വരെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വീഡിയോസിന്റെ ഇടയിൽ കയറി പോകുന്ന ഒരു വീഡിയോ അല്ല. നമ്മൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ അതൊരു കാറ്റഗറി ആയിട്ടാണ് അത് പോകുന്നത്. ഇപ്പൊ ഇൻസ്റ്റ സെർച്ച് ചെയ്ത് ഇത് കാണണമെന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഇത് കാണാൻ പറ്റുന്നത്. കുറെ ലേഡീസ് വന്നിട്ട് എന്നെ വിമർശിക്കാറുണ്ട്, ആവശ്യമുള്ളവർ കണ്ടാൽ മതി, അല്ല ഇത് കാണാത്തവരൊന്നും അല്ല ആരും, എല്ലാവരും കാണുന്നുണ്ട്.
കാര്യം കാണും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ഈ പറയുന്നതിന് എന്നെ വിമർശിച്ചിട്ട് ഇവളിത് ചെയ്യുന്നു, ഇവക്ക് കുടുംബം കുട്ടികളും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അടുത്ത ഒരു ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ സീന് അവൾ പോയിട്ട് വേറൊരു വ്യക്തിയെ ചാറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ കിടക്കാൻ പോകുന്നതിന് കുഴപ്പമില്ല, തെറ്റല്ലേ? അപ്പൊ ഇവര് ആദ്യം നോക്കണം ഇവരെങ്ങനെയാണ്, അല്ലെ ഞാൻ പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഇത് തെറ്റായിട്ട് തോന്നൂല, ഇവൻ നിങ്ങൾക്ക് പോലും. ചേച്ചി തന്നെ പറഞ്ഞ പോയിന്റുകളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. ചേച്ചി തന്നെ പറഞ്ഞു കുട്ടികൾക്ക് കാണാൻ പറ്റിയാലാത്ത, ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾ ഒരു അതായത് അപ്പൊ അതെങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുഴുവൻ തുറന്നിട്ടിരിക്കുന്ന ഒരു ജാലകമാണ്. കിട്ടൂലേ? അല്ല അതാ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരുണ്ടാവും, ഇതിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ചേച്ചി പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ ചേച്ചി ഇതിനെ പറയുന്നതുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഒരിക്കലും ഇത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് ജനങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് ഇതെന്താണ് എന്ന് പഠിക്കാൻ. ചേച്ചി ഇപ്പൊ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഒരു പണ്ട് ഷക്കീല ഒക്കെ സിനിമ, നിങ്ങൾ എന്റെ ട്വിറ്ററിന്റെ അക്കൗണ്ട് കണ്ടോ? അല്ല ഞാൻ പറഞ്ഞില്ല എന്റെ റിമൂവ് ആയി പോയിട്ടുള്ള കുറെ എന്റെ വീഡിയോസും കാര്യങ്ങളും. ട്വിറ്ററിലൊക്കെ ഏതാ പിള്ളേരുള്ളത്? ഇൻസ്റ്റഗ്രാം ആണ് ഇപ്പൊ ഈ വീഡിയോ ഇറക്കുമ്പോ തന്നെ എന്റെ എഡ്യൂക്കേഷൻ കണ്ടിട്ടുള്ള ആൾക്കാർ ഇതിന്റെ അടി കൊണ്ടുവന്ന് കമന്റ് ഇടുമല്ലോ, ചേച്ചി ഞങ്ങള് കണ്ടിട്ടുണ്ടോന്ന്. ഇപ്പൊ നിങ്ങൾ പറയാം നിങ്ങൾ ഇപ്പൊ ഇന്നലെ എന്നെ അപ്പൊ അതാണ് ഞാൻ എന്താന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണ്ട എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ. 100% നിങ്ങളെ കുറിച്ച് ഏകദേശം എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. ഞാൻ മനസ്സിലാക്കാം. എനിക്കറിയില്ല, ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു, ഞാൻ നിങ്ങളോട് സംവദിക്കാനല്ലോ വന്നിരിക്കുന്നത്. ആരാണ് രമ്യ വിധു? ആരാണ് രമ്യ വിധു? നിങ്ങൾ എങ്ങനെ ഈ ഫീൽഡിലേക്ക് എത്തി? രമ്യ വിധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു മോഡലാണ്. 2023 മിസ്സിസ്. അതിന് മുമ്പ് ഒരു രമ്യ വിധുവിനൊരു കാലഘട്ടം അത് ഞാൻ പറയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഫാമിലിയെ പറ്റി എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പറയണമെന്ന് ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ്? അത് ഞാൻ എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്താണല്ലേ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്റെ അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് എനിക്ക് ആരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ആ കാമുവാഹിനി ആരാണോ അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ല, ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും ഒരുപാട് പോഡ്കാസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് നിങ്ങൾക്ക് ഒരു ഭയം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ചെയ്യുന്നതിന്റെ എല്ലാവരും എന്റെ ഫാമിലീസ് എല്ലാവരും എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. എനിക്ക് പിന്നെ എന്തുകൊണ്ട് അവരെ പറയാൻ? അപ്പൊ നിങ്ങൾക്ക് ഒരു നാണമില്ലേ? ഒരു നാണമില്ല. എന്റെ മക്കൾ അവർ അതായത് നിങ്ങളുടെ പേരിൽ അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസ്യ കഥാപാത്രമാകരുത് എന്ന് വിചാരിച്ചാണ് താങ്കളുടെ വീട്ടുകാരുടെ പേര് സമ്മതിക്കുന്ന തെറ്റാ. കാരണം ഞാൻ ഒരു മാസ്ക് പോലും വെക്കാതാണ് ഞാൻ വെളിയിൽ ഇറങ്ങി. എല്ലാരും എന്നെ ഞാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ആദ്യം സംബോധന ചെയ്ത് പ്രോൺ സ്റ്റാർ. ഞാൻ അങ്ങനെ ഒരു ഇതല്ല ചെയ്യുന്നത്. ഞാൻ എന്റെ കാര്യങ്ങൾ മനസ്സിലായോ? എന്നെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നു, അല്ലെ നിങ്ങൾ പറഞ്ഞല്ലോ ഷക്കീല ചേച്ചി അല്ലെ ഷക്കീലാമ്മ, കാരണം അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം വെച്ചാൽ ഒരു ജീവിതമാർഗം എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും അത് ചെയ്യുന്നേ. അല്ല, അവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ഞാൻ കണ്ടതില് നല്ല ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണത് ഷക്കീല ജമാ. തീർച്ചയായും ഷക്കീലയെ കുറിച്ച് അല്ലെങ്കിലും ഇപ്പോൾ പണ്ട് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് പറയുന്ന നിങ്ങൾ പോലും ഷക്കീലയുടെ ഏതെങ്കിലും ഒക്കെ ഒരു കട്ട് പീസ് കാണാത്ത ആരുമില്ല. ഷക്കീലനെ അറിയുന്നത് ഷക്കീലാമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഇത് കാണിക്കുന്നതല്ല, ഇത് കാണിക്കുന്നതാണോ ഇത് കാണുന്നതാണോ കൂടുതൽ തെറ്റ്? ഇത് കാണിക്കുന്നോണ്ടാണല്ലോ ഒരു മനുഷ്യൻ കാണുന്നത്. ഇതിപ്പോ കാണിക്കാതിരുന്ന കാണിക്കുമ്പോ അതിൽ നിന്നും പണം ഉണ്ടാക്കുന്നത് തെറ്റല്ലേ? അല്ല, ഞാൻ അങ്ങനെ പണം ഉണ്ടാക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നേ? എനിക്ക് ഇതിനകത്ത് നിന്ന് വരുമാനം വരുന്നില്ലല്ലോ. പിന്നെ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇല്ലേ? ഏത്? നിങ്ങൾക്ക് സെക്സ് ആപ്ലിക്കേഷൻ ഞാൻ കോടികൾ ഉണ്ടാക്കുന്നൊന്നുമില്ലല്ലോ. കോടികൾ ഉണ്ടാക്കുന്നില്ല, അതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാവുന്നുണ്ടോ? ഏണിങ്സ് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഏണിങ്സ് അതായത് എത്ര ചോദിക്കുന്നുള്ളൂ. അല്ല, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം, എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യം. അതാണ് സംസാരിക്കേണ്ടത്. എന്റെ പേഴ്സണൽ കാര്യം, ഞാൻ അതിനകത്ത് നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വരുന്നുണ്ടോ, അതെന്റെ പേഴ്സണൽ കാര്യം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അതായത് ചേച്ചി സെക്സ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ ചേച്ചിയുടെ ക്ലിപ്പ് ബൈറ്റ്സ് ചേച്ചിയുടെ സ്വന്തം ആപ്ലിക്കേഷനിലിട്ട് ചേച്ചി അതിനകത്ത് നിന്ന് പണം സമ്പാദിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ കസേരയിൽ ഇരുന്ന് നിങ്ങൾ അല്ല, ഞാൻ ഇത് പറയട്ടെ, ഇത് പൂർത്തീകരിച്ചതിന് ശേഷം കൃത്യമായ മറുപടി ചേച്ചി എന്ത് ചോദിച്ചാലും മറുപടി എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ചേച്ചി അത് ഭയപ്പെടുകയേ വേണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ചേച്ചി കൃത്യമായി മറുപടി തരുന്നില്ല. ഒന്ന്, ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ച് പറയാൻ ചേച്ചി തയ്യാറല്ല. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അത് പറയാത്തതിന്റെ കാരണം അവർ പരിഹാസ്യ കഥ ചേച്ചിയുടെ പേരിൽ മോശക്കാരാകണ്ട എന്ന് ഓർത്താണോ? ഞാൻ പറഞ്ഞ ചേച്ചി ആൾക്കാരെ നല്ല വ്യത്യസ്തമാണ്. എനിക്ക് താല്പര്യമില്ല.
അത് വ്യത്യസ്തമാണ്. പക്ഷെ ചേച്ചി അങ്ങനെ വ്യത്യസ്തമാകാനുള്ള മെയിൻ റീസൺ ചേച്ചി ഇത്തരത്തിലുള്ള അടൽ കണ്ടന്റ് ചെയ്തതുകൊണ്ട് അത് തന്നെയാണ്. ചേച്ചി അത് അംഗീകരിച്ചില്ലെങ്കിൽ ചേച്ചി അംഗീകരിക്കണ്ട എങ്കിൽ യാഥാർത്ഥ്യം അതാണ്. കാര്യം ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ആവശ്യമില്ല. എന്തിനാണ് ഫാമിലിയെ മുന്നിൽ നിർത്തി? എത്രയോ ഫിലിം ആർട്ടിസ്റ്റുകളുണ്ട് ഫാമിലിയെ കാണിക്കാത്ത ആൾക്കാർ. എനിക്കിഷ്ടമല്ല. എനിക്കിപ്പോ ഈ ലോകത്ത് കാണുന്ന ആൾക്കാരെ ഇന്റർവ്യൂ മൂഡായി. കാരണം ഇന്റർവ്യൂ മൂഡാണ്, ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ മൂഡാണ്. ചേച്ചിയുടെ ജീവിതം ചേച്ചി പറഞ്ഞു. ഞാൻ വ്യക്തിപരമായിട്ട് ചേച്ചിയുടെ ഒരു കാര്യം പറയട്ടെ. ഒരു കാരണവശാലും ചേച്ചിയുടെ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ചേച്ചി മാരീഡല്ലേ, മാരീഡാണ്, ഭർത്താവിന്റെ പേര് പറയാൻ താല്പര്യമില്ല. പക്ഷെ ഭർത്താവുണ്ട്. ഇപ്പം നിങ്ങൾ സ്റ്റിൽ ഇങ്ങനെ പോവാണ്. ഭർത്താവിന്റെയോ അല്ലെങ്കിൽ മക്കളുണ്ടോ? മക്കളുണ്ട്. അപ്പൊ ഇവരുടെ ഒന്നും പേര്, എനിക്ക് മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെങ്കിൽ എനിക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ഇതാണെന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതിപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് എന്റെ ഫാമിലിയെ കൊണ്ടുവന്ന് കാണിക്കുന്നതിനോട് താല്പര്യമില്ല. ചേച്ചിയുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചേച്ചിയുടെ മാതാവ് അല്ലെങ്കിൽ ചേച്ചിയുടെ പിതാവ് അല്ലെങ്കിൽ ചേച്ചിയുടെ മക്കൾ കാണുന്ന ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് കാണുന്ന ഇഷ്ടപ്പെടുന്നുണ്ടോ? ചിലപ്പോ അവര് കാണാതിരിക്കും, കണ്ടിട്ട് പറയുമായിരിക്കും, അല്ലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുമായിരിക്കും. ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പം വരാനാ? ചേച്ചിയുടെ മക്കൾക്ക് ഇപ്പൊ നിലവിൽ എത്ര പ്രായമായിട്ടുണ്ട്? അതൊന്നും പറയില്ലേ? അതൊന്നും പറയില്ലെന്ന് പറഞ്ഞല്ലോ. അല്ല, എങ്കിൽ പോലും ഏകദേശം എത്ര പ്രായമായിട്ടുണ്ടാവും? പ്രായപൂർത്തി കഴിഞ്ഞു പ്രായപൂർത്തിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി അല്ലെങ്കിൽ ആയില്ല എന്ന് തന്നെ കൂട്ടിക്കോ. മക്കൾ, അതായത് ചേച്ചി നൊന്ത് പ്രസവിച്ച ചേച്ചിയുടെ മക്കൾ ചേച്ചിയുടെ ഇത്തരത്തിലുള്ള എങ്ങോട്ടാ പോകുന്നതൊക്കെ എനിക്ക് അല്ല, വളച്ചൊടിച്ച് എങ്ങോട്ടും പോകുന്നില്ല, വളച്ചൊടിച്ച് എങ്ങോട്ടും പോകുന്നില്ല. ചേച്ചിയോടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. സണ്ണി ലിയോൺ എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് മക്കളില്ലേ? ഉണ്ട്. പുള്ളിക്കാരിക്ക് ഭർത്താവില്ലേ? അത് ഇപ്പൊ സണ്ണി ലിയോൺ എന്റെ ഫ്രണ്ട് ഇരുന്നത് സണ്ണി ലിയോൺ ഈ ചോദ്യം ചോദിക്കാം. ഇപ്പൊ ചേച്ചിയോട് അവർക്ക് മക്കളില്ലേ? ഉണ്ട്. അപ്പം അവരുടെ ഈ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? കാണാൻ സാധ്യതയില്ല. എന്തിനാ നമ്മൾ നല്ല വിളി 100% കണ്ടിട്ടുണ്ടാവും എല്ലാവരും. പിന്നെ ഇതെല്ലാരും അറിയേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരുപാട് ഒരു അമ്മ എന്ന നിലയിൽ തന്റെ മക്കൾ തന്റെ അഡൽട്ട് വീഡിയോ കാണുന്നതിൽ താങ്കൾക്ക് വിഷമം തോന്നാറില്ല? അഡൽട്ട് വീഡിയോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അഡൽട്ട് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പ്രൊഫഷനാക്കി എടുത്തിട്ടില്ല. ഉള്ള സത്യം പറയാലോ. അഡൽട്ട് വീഡിയോ ആപ്ലിക്കേഷനിലുള്ളതല്ല എന്റെ ടിപ്സിന്റെ വീഡിയോസിന്റെ ഫുൾ വെർഷൻ ഞാൻ പച്ച മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതാണ്. അല്ലാതെ വ്യവസ്ഥരായിട്ടുള്ള പോൺ അങ്ങനത്തെ ഒരു ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇതിന് ഞാൻ കൊടുക്കുന്ന ടിപ്സിന്റെ ഫുൾ വെർഷൻ എന്റെ അല്ലാതെ ചേച്ചിക്ക് 100% പറയാൻ പറ്റും എന്റെ ഒരു പോൺ വീഡിയോ എന്ന രീതിയിൽ ഒരു വീഡിയോ ഇല്ല. പൂർണ്ണ വ്യവസ്ഥരായിട്ടുള്ള ഒരു വീഡിയോ ഇല്ല. പൂർണ്ണ വ്യവസ്ഥ വെച്ച് ന്യൂഡ് ചെയ്യാവല്ലോ. ന്യൂഡ് ചെയ്തിട്ടുണ്ടോ? ന്യൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. ഫുൾ ന്യൂഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ന്യൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ മക്കൾ അതിനകത്ത് കയറി പൈസ മുടക്കിയത് കാണണമെന്നില്ലല്ലോ. അല്ല, പൈസ മുടക്കി അവർ കാണും. ഇപ്പൊ നിലവിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അവർ കാണുന്നുണ്ടാവുമല്ലോ. ഇൻസ്റ്റാഗ്രാം ഞാൻ ന്യൂഡ് ചെയ്യുന്നില്ലല്ലോ. ന്യൂഡ് ചെയ്തില്ലെങ്കിൽ പോലും സെമി ന്യൂഡ് ചെയ്യുന്നുണ്ടല്ലോ. സെമി ന്യൂഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇൻസ്റ്റയൊക്കെ അടിച്ച് ഇതൊക്കെ കളയത്തില്ലേ? ആ സെമി ന്യൂഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ബിക്കിനി ചെയ്യാം. ബിക്കിനി ചെയ്യാത്ത ആൾക്കാർ എത്ര പേരുണ്ട് ഈ ലോകത്ത്? എല്ലാ ആൾക്കാർക്കും ബിക്കിനി ഇട്ട് മോഡൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ 100% ആൾക്കാരുണ്ട്. എല്ലാവരുമോ ചേച്ചി? എല്ലാം ഈ ജനറലൈസ് ചെയ്യുന്നതാണ് പ്രശ്നം. അതെ എല്ലാവരും. ഞാനൊരു പെണ്ണല്ലേ, എന്റെ മനസ്സ് എനിക്കറിയാം എന്ന് പറഞ്ഞതിന്റെ കൂട്ടായിരിക്കുമല്ലോ ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെങ്ങനെ ചേച്ചിക്ക് പറയാൻ കഴിയുന്നത്? എല്ലാ സ്ത്രീകളും ബിക്കിനി ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് ചേച്ചി പറയുന്നത് ഞാൻ ജനങ്ങളിലേക്ക് വെക്കുകയാണ് ആ ചോദ്യം. അതായത് എല്ലാ സ്ത്രീകളും നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ, അതായത് എന്റെ മുമ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, നിങ്ങൾ എല്ലാവരും ബിക്കിനിയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചേച്ചി പറയുന്ന ഉള്ളിനുള്ളിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയുമോ? ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഒരു കുടുംബസ്ത്രീയായിട്ട് നിൽക്കുന്ന ആൾക്കാർ പറയും എനിക്കിങ്ങനെ ഉള്ളിനുള്ളിൽ ഉണ്ടാവും എല്ലാവർക്കും ഒരു ക്രേസും കാര്യങ്ങളും. അതിപ്പോ ആൾക്കാർക്ക് തുറന്നു പറയാൻ പറ്റില്ല. അതാണ് എന്റെ വീഡിയോ. ഇപ്പൊ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന അതിന്റെ ആൻസർ തന്നു. അതാണ് ഞാൻ ചേച്ചിക്ക് മറ്റൊരാളുടെ മനസ്സിലിരിക്കുന്ന കാര്യം എങ്ങനെ ചേച്ചിക്ക് ഞാനൊരു പുരുഷനാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ ആയിരിക്കില്ല എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ ചിന്തിക്കുന്നത്. അതെങ്ങനെയാ? ബഹുജനം പലവിധം. ഓരോ മനുഷ്യരും ഒന്നിൽ നിന്ന് വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യരും ചിന്തിക്കുന്നത് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ്. ചേച്ചി പറയുന്ന പോയിന്റുകളെല്ലാം ഞാൻ ചോദിക്കട്ടെ, പണക്കാരനോ കോടീശ്വരനോ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ തീരെ പാവങ്ങൾക്കോ എല്ലാവർക്കും ഉള്ള ആഗ്രഹങ്ങൾ എല്ലാം തുല്യമല്ലേ? അവർക്ക് സാധിക്കാനുള്ള ഒരു അവസ്ഥകളാണ് വ്യത്യസ്തം എന്ന് പറയുന്നത്.
മനസ്സിലാണോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇപ്പൊ എനിക്ക് ബിക്കിനി ഇട്ട് അഭിനയിക്കണമെന്നുണ്ട്, അല്ലെ എനിക്ക് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണമെന്നുണ്ട്, മോൻ എനിക്ക് ആഗ്രഹിക്കുന്ന എന്താ വിഷയം? ആഗ്രഹിക്കും. ചേച്ചി ഇപ്പൊ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ചേച്ചി നേരത്തെ പറഞ്ഞെന്താ എല്ലാ സ്ത്രീകളും ബിക്കിനി ഇടാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ്. തീർച്ചയായിട്ടും എങ്ങനെ ചേച്ചിക്ക് പറയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് എന്താണെന്നറിയോ, ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ പറ്റില്ല ഒരാളെങ്കിലും ഉണ്ടാവുന്നുള്ള എനിക്ക് കൺഫേം ആണ്. ആയിക്കോട്ടെ, അത് വേണമെങ്കിൽ ആരാണെന്ന് ഞാൻ പറയാം. എന്റെ കുടുംബത്തിലുള്ള സ്ത്രീകൾ ഈ ബിക്കിനി ഇടാൻ ആഗ്രഹിക്കാത്തവരാണെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. അപ്പൊ ചേച്ചിയുടെ പോയിന്റ് അവിടെ പോയി. ചേച്ചിയുടെ പോയിന്റ് അവിടെ പരാജയപ്പെട്ടു. ഇപ്പൊ നിങ്ങൾ അങ്ങ് ഉറപ്പിച്ച് പറയാ അങ്ങനെയാണെന്ന് പറയാൻ ഞാൻ സമ്മതിക്കണ്ടേ? ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. അത് വരട്ടെ, ആൾക്കാർ വരട്ടെ. അതാണ് ചേച്ചി വീണിടത്തിനുള്ളൂ പിന്നെ ഉരുട്ടുവാണോ? ചേച്ചി 100% ചേച്ചി വീണിടത്ത് കിടന്ന് ഉരുളുകയാണ്. കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ചേച്ചി ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാണ്. ഒരിക്കലല്ല. നിങ്ങൾ ഈ പറയുന്ന ഒഴിഞ്ഞുമാറ്റം മൊത്തം എന്റെ ഫാമിലി അല്ലാത്തതിനൊന്നും എനിക്ക് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല. സ്പഷ്ടമായിട്ട് ഞാൻ ആൻസർ തരുന്നു. ഫാമിലി എന്തുകൊണ്ട് പറയാത്തത്? ആവശ്യമില്ല. പിന്നെ അതെനിക്ക് കേൾക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. ചേച്ചി പറയാൻ താല്പര്യമില്ലാത്തൊരു കാര്യം നമ്മൾ കുത്തി നോവി ചോദിച്ചാൽ അങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് പറയാതിരിക്കാനുള്ള റീസൺ ചേച്ചി പറയുന്നത് അത് ചേച്ചിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആയിക്കോട്ടെ, അങ്ങനെ ഇപ്പൊ ചിന്തിക്കുന്ന ആൾക്കാരെ അതല്ല സത്യം പറയണ്ടേ? ഞാൻ തിരുത്താനൊന്നും സത്യം പറയണ്ടേ? കളവ് പറയാവോ? ഒരു കള്ളത്തരം പറയുന്നില്ലല്ലോ. ചേച്ചി ഒരിക്കലും കള്ളം പറയില്ല, സ്ട്രേറ്റ് ഫോർവേഡാ. പക്ഷെ ആ സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല. സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ട് ഉത്തരം കിട്ടില്ല. നിങ്ങൾ ഇപ്പൊ എന്നെ ചേച്ചി സ്റ്റേറ്റ് ഫോർവേഡ് ആണെങ്കിൽ ചേച്ചി തുറന്ന് സംസാരിക്കണം. ചേച്ചി തുറന്ന് സംസാരിക്കുന്നില്ല. ചേച്ചി കൃത്യമായിട്ട് ഒളിയും മറവിട്ട് പറയേണ്ടത് മാത്രം പറഞ്ഞ് പറയുള്ളൂ. അപ്പൊ എങ്ങനെ സ്റ്റേറ്റ് അങ്ങനെ? അപ്പൊ ചേച്ചി പറയുന്ന എല്ലാ കോൺട്രഡിക്ഷൻ ആണ്. ചേച്ചി ഇപ്പൊ എന്നോട് പറഞ്ഞെന്താണ്? ചേച്ചി ഇപ്പോൾ എന്നോട് പറഞ്ഞെന്താണ്? ചേച്ചി ഇപ്പൊ എന്നോട് പറഞ്ഞത് ഞാൻ സ്റ്റേറ്റ് ഫോർവേഡ് ആണെന്നോ? സ്റ്റേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? നേരെ പോ. അപ്പൊ നേരെ പോ എന്ന് പറഞ്ഞാൽ തുറന്ന് സംസാരിക്കുന്ന, കൃത്യമായിട്ട് നിലപാടുകൾ പറയുന്ന, എന്തിനും ഉത്തരമുള്ള, എന്തിനും അതല്ലല്ലോ ചേച്ചി. അപ്പൊ എങ്ങനെയാ ചേച്ചി സ്റ്റേറ്റ് ഫോർവേഡ് ആവുന്നത്? നിങ്ങളിപ്പോ എന്റെ കുടുംബത്തെ പറ്റി പറയുന്നതിനല്ലേ സ്ട്രേറ്റ് ഫോർവേഡ് അല്ല? അതിലെങ്കിലും ചേച്ചിക്ക് മറയുണ്ടല്ലോ. അതിന് മറയിരുന്നോട്ടെ. അത് പറയാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പറയണ്ട, നമ്മൾ ഇനി അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു വന്നു ചേച്ചി എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. നമ്മൾ ആ ചോദ്യത്തിൽ നിന്നും സ്കിപ്പ് ചെയ്ത ചേച്ചിക്ക് വേണ്ടി മാത്രം നമ്മൾ സ്കിപ്പ് ചെയ്തതാണ്. എങ്ങനെയാണ് ചേച്ചി ഇതിലേക്ക്, അതായത് ഈ ഒരു പോൺ വീഡിയോസ് അല്ലെങ്കിൽ ഒരു അഡൽട്ട് വീഡിയോ പക്ഷെ ഞാൻ അതിനെ അംഗീകരിക്കാതെ എനിക്ക് എഡ്യൂക്കേഷൻ വീഡിയോ പറയാൻ തോന്നുന്നില്ല. അത് ഇന്ന് കണ്ടതുകൊണ്ടാണ്. ആവാം. എന്നിരുന്നാൽ പോലും എനിക്ക് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് ഇന്ന് ചേച്ചി ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിന്റെ ഒരു ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ, അതിന്റെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഇത് ഞാൻ കാണിച്ചത് എന്റെ എഡ്യൂക്കേഷൻ വേണ്ടി, എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ വേണ്ട ചേച്ചിക്ക് ഞാൻ ഫോൺ തരാം. അല്ല, കാണിക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. ഒരു എഡ്യൂക്കേഷൻ ചേച്ചി കൊടുത്തൊരു വീഡിയോ ചേച്ചിയുടെ എനിക്ക് ചേച്ചിയുടെ ഫോണിൽ തന്നെ ചേച്ചിക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ എന്റെ അക്കൗണ്ട് കാണിക്കണേ. അക്കൗണ്ട് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ കാമോനി കയറിക്കോളും. ഇതാണ് ചേച്ചിയുടെ അക്കൗണ്ട്. അല്ല, ഇതാണ് ചേച്ചിയുടെ അക്കൗണ്ട്. ഇതാണ് ഇപ്പൊ പ്രധാനപ്പെട്ട അക്കൗണ്ട്. ഇതാണ്, ഇതിലൂടെയാണ് ചേച്ചി സംവദിക്കുന്നത്. വേറെ ഏതോ ഒറിജിനൽ കാമവാഹിനി എന്ന് പറഞ്ഞ വേറെ ഇതിൽ ഈ അക്കൗണ്ടിൽ ചേച്ചി ഇപ്പൊ പറഞ്ഞു എഡ്യൂക്കേഷൻ കൊടുത്ത ഒരു വീഡിയോ എനിക്ക് വേണ്ടി ഒരെണ്ണം കാണിച്ചാൽ മതി. ചേച്ചിയാണ് പറഞ്ഞത് എഡ്യൂക്കേഷൻ വീഡിയോ ചേച്ചി ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചേച്ചിയോട് ചോദിച്ചത്. ഒരു വീഡിയോ ചേച്ചി കാണിച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. ചേച്ചി നോക്കിക്കോ. അതായത് ഞാൻ ഇപ്പോഴും പറയുന്നു ചേച്ചി ചെയ്യുന്നത് കാരണം ചേച്ചിയുടെ ഇഷ്ടമാണ് ചേച്ചി ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല. കാരണം ആർക്കും പറ്റിയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷെ അത് എഡ്യൂക്കേഷൻ ആണെന്ന് മാത്രം പറയരുത്. അത് അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം, അതായത് ഇപ്പൊ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പൊതുമാധ്യമം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആണ്. അതിൻ്റെ അകത്താണ് നമ്മുടെ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഉള്ളത്. ഫേസ്ബുക്ക് ഒക്കെ അമ്മമാരാണ് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഫേസ്ബുക്ക് അമ്മാവന്മാരാണ്. അപ്പം സ്വാഭാവികമായിട്ടും അമ്മാവന്മാർക്ക് കാണാൻ പറ്റൂലേ? അമ്മാവന്മാർക്കൊക്കെ കാണാം. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞ ചോദ്യത്തിന് ചേച്ചി ഇപ്പോഴും ഉത്തരം തരാതെ സ്കൂളിൽ എന്തോരം പോയാലും ചേച്ചി കിട്ടില്ല. അങ്ങനെ ഒരിക്കലും സംസാരിക്കില്ല. അമ്മാവന്മാരാണ് എല്ലാവർക്കും. അമ്മാവന്മാരാന്ന് പറഞ്ഞത് തെറ്റല്ലേ? പ്രായമുള്ളവർക്ക് ഇത് കാണാലോ. പിന്നെ അമ്മാവന്മാരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ചേച്ചി ശ്രദ്ധിച്ചില്ലേ? അതായത്
ചിലടത്ത് കാണുന്ന ഊരുകളല്ലേ? അല്ല ഞാൻ അല്ല, പറയാം. അല്ല ഞാൻ മറുപടി പറയാം. പറ. ഞാൻ പറഞ്ഞു വെച്ചത് ഇൻസ്റ്റഗ്രാമിൽ അല്ല, അല്ല ഞാൻ പറയട്ടെ. അല്ല ചേച്ചി ചോദിക്കുന്ന ഉത്തരം പറയാനുള്ള മറുപടി ഇതാ. അതായത് ചേച്ചി എന്നോട് ചോദിച്ചു ഇൻസ്റ്റഗ്രാം മുതൽ ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമില് ചെറിയ കുട്ടികൾ തൊട്ട് അമ്മമാർ വരെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഫേസ്ബുക്കിൽ കൂടുതൽ അമ്മ അതിന്റെ വേറെ ഒന്നും ഞാൻ കൂട്ടിച്ചേർത്തില്ലല്ലോ. ഇതിപ്പോ ചേച്ചി കൂട്ടിച്ചേർത്ത് കിട്ടിയില്ലേ? ഇല്ല ഇത് ഓപ്പൺ ആക്കി പരാജയപ്പെട്ടോ? അല്ലല്ല പരാജയമൊന്നുമില്ല. അല്ല ചേച്ചി ഇപ്പോഴും പരാജയപ്പെട്ടിട്ടില്ല. ഫേസ്ബുക്കിൽ അമ്മാവന്മാരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ കേറൂല്ലേ? ചേച്ചി സമ്മതിക്ക്. അതാണ് എനിക്ക് സമ്മതിക്കുന്നത്. ഏതാ ഈ അമ്മാവന്മാര് കേറുമെന്ന് പറഞ്ഞാൽ അതെന്താണ് അങ്ങനെ? അല്ല അമ്മാവന്മാര് ഫേസ്ബുക്കിൽ അമ്മാവന്മാർ അന്നൊരു പൊതുവെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതൊരു ചെറിയൊരു സംഭവമാണ്. ഇത് കാര്യം എല്ലാവർക്കും കേൾക്കണം. നെസ്ലിന്റെ അടുത്തൊരു ചോദ്യമുണ്ട് കുറെ കിസിനെ പറ്റി. ആരും ട്രൈ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ? നമ്മളൊക്കെ 90s ആണേ. ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്ഡേഷനാ കുറെ കിസിനെ പറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളടുത്ത് ഈ കിസിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. ഞാൻ ട്രൈ ചെയ്തതാ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇവന്മാര് പറഞ്ഞ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ അറിയണ്ടേ? നമുക്കറിയാത്ത കാര്യങ്ങൾ പിള്ളേർ സെറ്റ് അറിയാവുന്നേ. അപ്പൊ ഈ കിസിനെ പറ്റി ഓരോ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ ടൈപ്പ് കിസ്സാണ്, ഞാൻ ഇതൊന്നും കേട്ടിട്ട് പോലും ഇങ്ങനത്തെ. എസ്കിമോ ഇതിനെ കുറിച്ചൊക്കെയാണോ സംസാരിച്ചത്? ബട്ടർഫ്ലൈ, എസ്കിമോ, ബട്ടർഫ്ലൈ അല്ല അത് നേരത്തെ അത് സമാധാനത്തോടെ കണ്ടു നോക്കിയാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അതിനകത്തില് ചുണ്ടു പൊട്ടാന്നൊക്കെ നോക്കിക്കോണം കേട്ടോ. അക്ഷരത്തിലൊക്കെ ചെന്ന് നിൽക്കുമ്പോ വളരെ നല്ല സെക്സ് എഡ്യൂക്കേഷൻ. ചുണ്ടു പൊട്ടാൻ നോക്കിക്കോണം. നമ്മള് വല്ലാണ്ടായി പോവും. അപ്പൊ ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാൻ പോവാ ഓരോ കിസിനെ പറ്റി. നമുക്ക് നോക്കാം. വാ. ഇത് വേറെ ഇതിന്റെ ബാക്കിയുണ്ടോ? അപ്പം ഇതിലൊന്നും പറഞ്ഞില്ലല്ലോ. അത് വീട്ടിൽ പോയിരുന്ന് തന്നെ നോക്കിയാൽ മതി. ഇതിപ്പോ ഇതിനകത്ത് കൂടെ തന്നെ പബ്ലിസിറ്റി അത് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിവാഹം കഴിഞ്ഞ് ഇപ്പൊ അച്ഛനും ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. പറ്റൂലല്ലോ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പം കാലം വളർന്നു, ലോകം മാറി. ഇപ്പൊ ജനങ്ങൾക്ക് ഇത് കാണാം. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ പറയാം. അല്ല എനിക്ക് ലോകം മാറി. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പക്ഷെ ചേച്ചി ചെയ്യുന്നത് അല്ല. പക്ഷെ ചേച്ചി അതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല ഒരിക്കലും ഉണ്ട്. ചേച്ചി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞില്ല. 1 രൂപ ചേച്ചി ഉണ്ടാക്കുന്നുണ്ടോ? ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ ചേച്ചി അഡൾട്ട് വീഡിയോസ് ചെയ്ത് ചേച്ചി 1 രൂപയെങ്കിലും 1 രൂപ ഉണ്ടാക്കുന്നു. അത് തെറ്റാണെന്നേ പറഞ്ഞു. ഇപ്പൊ ഈ അഡൾട്ട് വീഡിയോ ചെയ്യുന്നു, അഡൾട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് കാണാൻ ആളുള്ളത്. അപ്പൊ മാർക്കറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ചേച്ചി ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ പൈസ ഒന്നും വരുന്നില്ല. പിന്നെ അതേ പിടിച്ചോട്ടെ. 100% ഞാൻ ഇപ്പോഴും ചേച്ചിയോട് പറയുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ചേച്ചിയോട് ഇപ്പോഴും ചോദിക്കുന്ന നേരത്തെയും ചോദിക്കുന്ന എന്താണ് ക്വസ്റ്റ്യൻ? ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ചേച്ചി സെക്സ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ ചേച്ചി അഡൽട്ട് വീഡിയോ ചെയ്ത് അതിന്റെ നിന്നും പണം സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ അതിന് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയല്ലേ? സെക്സ് സെയിലിംഗ് എന്ന് വേണേ പറയാം. സെക്സിന്റെ കച്ചവടം എന്ന് വേണേ പറയാം. എന്റെ സെക്സ് ചെയ്യുന്ന വീഡിയോ ഏതാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ചേച്ചി പറഞ്ഞു ചേച്ചി ഞാൻ എഡ്യൂക്കേഷൻ എന്നാ പറഞ്ഞത്. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള വിവസ്ത്രയായിട്ട് പൂർണ്ണ ഫുൾ ന്യൂഡ് ചേച്ചി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു ഫുൾ ന്യൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചി പറഞ്ഞോ? ഞാൻ ഫുൾ ന്യൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. ചേച്ചി പറഞ്ഞു. വേണമെങ്കിൽ പുറകിലേക്ക് പോവാം. 100% ബൈറ്റ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഏറി കയറുമല്ലോ. 100% ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആപ്പിലുണ്ട് എന്ന് ചേച്ചി പറഞ്ഞു. ആപ്പിലൂടെ ചേച്ചിക്ക് പൈസ കിട്ടുന്നുണ്ടോ? ചേച്ചിക്ക് പൈസ കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല പൈസ കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെയാ ചേച്ചി? അപ്പൊ സ്വാഭാവികമായിട്ടും പണ്ട് അഖിൽമാരാർ പറഞ്ഞൊരു വിഷയമുണ്ട്. ചേച്ചി പറയുന്നത് കാണാൻ ആളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാനാണെങ്കിൽ ഞാനിപ്പോ പോയി എന്താ പറയാ മറൈൻ ഡ്രൈവിൽ പോയി ഞാനിപ്പോ ഒരു വിവസ്ത്രയായിട്ട് നിന്ന് അത് കാണാൻ ആളുണ്ടാവും. പക്ഷെ അത് നമ്മുടെ കഴിവുണ്ടാന്ന് വിചാരിക്കരുത്. അല്ല അങ്ങനെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിപ്പോ മറൈൻ ഡ്രൈവിൽ പോയി വിവസ്ത്രയായിട്ട് നിന്നാലും ഇപ്പൊ മറൈൻ ഡ്രൈവിൽ നിന്നാലും 150 പേരെ കാണുള്ളൂ. പക്ഷെ ചേച്ചി സോഷ്യൽ മീഡിയ ചേച്ചിയുടെ വ്യൂസ് എത്രയാ? ചേച്ചിയുടെ മിനിമം 1 മില്യൺ ഒക്കെ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1 മില്യൺ 10 മില്യൺ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇങ്ങനെ വിവസ്ത്രയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടല്ലയോ നിങ്ങൾക്ക് സെക്സ് ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്നുള്ളതും ഒരു പെണ്ണിന്റെ ശരീരം ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയത്. അല്ലാതെ നിങ്ങൾക്ക് എവിടുന്നാ മനസ്സിലാക്കാൻ പറ്റിയേ? അല്ല ഇത് ഇങ്ങനെ കാണിച്ച് അല്ല ഞാൻ കാണിക്കുന്ന അതിനെ ചേച്ചി അനുകൂലിക്കണോ? കാണിക്കുന്നത് കൊണ്ടാണ് കാണാൻ ആളുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചേച്ചി ചോദിച്ച ചോദ്യത്തിന് ഓൾറെഡി ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ചേച്ചി അത് കാണിക്കുന്നത് കൊണ്ടാണ് കാണാൻ ആളുള്ളത്. ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞു ചേച്ചി ചെയ്യുന്നത് ചേച്ചിയുടെ ഇഷ്ടമാണ്. അതൊന്നും ചോദ്യം ചെയ്യാൻ പിന്നെ അത് ചോദ്യം ചെയ്യാൻ അതുപോലെ തന്നെ അത് കാണുന്ന ഒരാളെ ചോദ്യം ചേച്ചി ഇത് കാണിക്കുന്ന ചേച്ചി മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണല്ലോ.
അല്ല, ചേച്ചിക്ക് സ്വന്തമായിട്ട് ചേച്ചി വീഡിയോ എടുത്ത് വെച്ചിട്ട് ചേച്ചി സ്വന്തമായിട്ട് കണ്ടോണ്ടിരിക്കുമല്ലോ, മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണല്ലോ ചേച്ചി ഇത് കാണിക്കുന്നത്. അപ്പൊ അത് കാണുന്നുണ്ടോ എന്ന് ഈ പണ്ട് രാഹുൽ ഈശ്വർ ചോദിച്ചതുപോലെ നിങ്ങൾ കണ്ടോ മലയാളി ഹൗസിനെ കുറിച്ച് രാഹുൽ ഈശ്വർ പണ്ട്, ഞാൻ രാഹുൽ ഈശ്വരായിട്ട് സംവാദം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം സ്വാഭാവികമായിട്ട് രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു അവരവിടെ പോയി ഇങ്ങനെ കാണിച്ചതുകൊണ്ട് ഞങ്ങളത് കണ്ടു, നിങ്ങളത് കാണിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ കാണുന്നു. അറിവ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ഇതിന് മാത്രം അറിവ്? ചേച്ചിയുടെ വീഡിയോയിൽ നിന്ന്, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ എനിക്ക് അറിവും കിട്ടിയിട്ടില്ല. ചേച്ചി അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പച്ചക്ക് ഞാൻ ചോദിക്കാം, ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാല് ആ പെണ്ണിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുമായിരിക്കും? പെണ്ണിനെ ആദ്യം ഞാൻ അവിടെ ഇരുത്തിയിട്ട് സംസാരിക്കും. എന്നിട്ട് സംസാരിക്കുന്നത് എന്തുവാ? സംസാരിക്കുന്നത് അവരുടെ പേരായിരിക്കും ഞാൻ ചോദിക്കുന്നത്, നാട് ഏതാണ് ചേച്ചിക്ക്. ഞാൻ ഇപ്പൊ പോയ ഒരു പെണ്ണിനെ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്കെന്നാൽ അത് പറയണോ? അതാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഞാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവ് നിങ്ങൾ കിടക്ക പങ്കിടുന്നു. ഞാൻ എന്തായാലും ചെയ്യുന്ന അതാണല്ലോ, അപ്പൊ എനിക്ക് തുറന്ന് അതിനെപ്പറ്റി സംസാരിക്കല്ലോ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ആദ്യം നിങ്ങൾ എന്തായിരിക്കും ചെയ്തു കൊടുക്കുക? ഭാര്യയ്ക്ക് ആദ്യം ഞാൻ കൊടുക്കുന്ന സ്നേഹമായിരിക്കും. സ്നേഹം കൊണ്ട് അവളെല്ലാം സാറ്റിസ്ഫൈഡ് ആവും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, സ്വാഭാവികമായിട്ടും ഈ വിവാഹത്തിന്റെയും അല്ലെങ്കിൽ പ്രണയത്തിന്റെയും എല്ലാത്തിന്റെ ഒരു ഭാഗമാണ് ഈ കാമവും ആദ്യ രാത്രിയെ കുറിച്ച്. ഇപ്പൊ നിങ്ങള് നേരത്തെ ചോദിച്ചപ്പോ സംസാരിച്ചതുപോലെ തന്നെ വേണമെങ്കിൽ ഞാൻ പറയാം, എന്റെ ആദ്യ രാത്രി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇവിടെ ഇപ്പൊ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഞാൻ കൃത്യമായിട്ട് പറയാം. ഞാൻ ചോദിച്ചു, നമ്മളിപ്പോ ഇത്ര സംസാരിച്ചിട്ട് നിങ്ങൾ ഒരു പെണ്ണിനെ പറ്റി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം. അല്ല, വേറെ തെറ്റിദ്ധരിക്കേണ്ട. എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞല്ലോ സെക്സ് എഡ്യൂക്കേഷൻ അല്ല ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നാണോ ചേച്ചിക്ക് അറിയേണ്ടത്? അതെന്തിനാ ഞാനിപ്പോ ഇവിടെ പറയുന്നത്? ആണല്ലോ. അപ്പൊ ഞാന് ഈ മനുഷ്യരുടെ മുമ്പില് ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് സെക്സ് എന്താണെന്നും ഈ അറിയാൻ വയ്യാത്ത ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് രതിമൂർച്ച അറിയാൻ വയ്യാത്ത പെണ്ണുങ്ങൾ ഈ ലോകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതറിയോ? അതെനിക്കറിയത്തില്ല. ചേച്ചിക്കറിയാവോ? തീർച്ചയായിട്ടും എനിക്കറിയാം. ഒരു പുരുഷന്റെ കൂടെ കിടന്നിട്ട് എനിക്കറിയാടോ. കാരണം വെച്ചാൽ ഞാൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ പെണ്ണുങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അല്ലെ, എന്റെ ആ വീഡിയോസിന്റെ കമന്റിന് താഴെ നോക്കിയാൽ അറിയാം ചേച്ചി പറഞ്ഞത് സത്യമാണ് പറയുന്നത്. അതറിയോ? ഞാൻ തെറ്റോ അല്ലെങ്കിൽ ഞാനിങ്ങനെ അങ്ങോട്ട് വിവസ്ത്രയായിട്ട് നിന്ന് എന്റെ ശരീരഭാഗങ്ങൾ ആൾക്കാരെ കാണിച്ച് ഞാൻ പൈസ ഉണ്ടാക്കുന്നല്ല. ആൾക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ചേച്ചിയെ പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ഇഷ്ടമല്ലേ, അത് ചോദ്യം ചെയ്യാൻ എനിക്ക് എന്താ അവകാശം? വരുന്ന പൈസ എനിക്ക് ആരെങ്കിലും കൊണ്ടുതരുമോ? വരുന്ന പൈസ എനിക്ക് വേണ്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പൈസ ഇപ്പൊ കോടിക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് പൈസ വന്നു കഴിയുമ്പോൾ ഞാൻ ചോദിക്കണം, നിങ്ങളുടെ മുമ്പിൽ ഒരു 10 കെട്ട് നോട്ട് കിടക്കുന്നു, നിങ്ങൾ അത് എടുത്തിട്ട് പറയുക അത് മീന്റെ നാറ്റം കൊണ്ട് നാറുന്ന നോട്ടാ, നിങ്ങൾക്ക് നാറ്റമാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എടുത്തോണ്ട് പോയിരിക്കുവോ? ഒരാൾ തരുവാന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എടുത്തോണ്ട് പോയിരിക്കും. അല്ല, നിലത്ത് കിടക്കുന്നല്ല, ഒരാൾ തരുവാന്നിരിക്കട്ടെ, നിങ്ങൾ അല്ല ഞാൻ ചോദിക്കട്ടെ പറയണേ, ആ പൈസ നിങ്ങൾ ഒന്നുമില്ല, ആ പൈസ നിങ്ങൾ എടുത്തോണ്ട് പോവോ അതോ എനിക്ക് വേണ്ട ഇത് നാറുന്ന പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിടുവോ? പോവല്ലോ. അപ്പൊ പൈസ നാറുന്നാണോ മണക്കുന്നാണോ ആരും നോക്കത്തില്ലല്ലോ. നോക്കത്തില്ല. പൈസക്ക് പൈസ തന്നെ വേണ്ടേ? പക്ഷെ പണം ഉണ്ടാക്കേണ്ട രീതിയില്ല ഓരോന്ന്. നമുക്ക് വ്യക്തിപരമായിട്ട് സദാചാര ഗുണ്ടായിസം, അതുപോലെ സദാചാര ബോധം, അല്ലെങ്കിൽ നമുക്ക് ധാർമ്മിക മൂല്യങ്ങൾ, അതൊക്കെ ഒരു മനുഷ്യന് വേണ്ടേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് ധാർമ്മിക എല്ലാം തികഞ്ഞ ആരുമല്ല, ഞാനും എല്ലാം തികഞ്ഞല്ല, ഈ ഇരിക്കുന്ന ആരും എല്ലാം തികഞ്ഞല്ല. ഞാൻ വലിയ നല്ലവനാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല. എല്ലാം തികഞ്ഞ ആരുമല്ല. പക്ഷെ ഞാൻ പറയുന്ന ചേച്ചി, ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ പലതും ചിലപ്പോൾ കാണിക്കും, ചേച്ചിയും പലതും കാണിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ശരീരത്തെ എന്താ പറയുക, ഒരു മാധ്യമമാക്കി കാണിച്ചുകൊണ്ട് അതിലൂടെ പണം സമ്പാദിച്ച് അത് എന്നിട്ട് സെക്സ് എഡ്യൂക്കേഷൻ ആണെന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനോട് യോജിക്കുന്നില്ലെന്നേ പറയുന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേച്ചി ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ചേച്ചിയുടെ ഫുൾ നോഡ് കാണിച്ചിട്ടുണ്ടോ? ആപ്ലിക്കേഷനിലല്ലേ കാണിച്ചിട്ടുള്ളൂ? ഇല്ലല്ലോ, കാണിച്ചിട്ടില്ലല്ലോ. ആപ്ലിക്കേഷനിലെ ചേച്ചി കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടാ? ആപ്ലിക്കേഷനിൽ പൈസ കിട്ടും. ആപ്ലിക്കേഷനിലെ പ്ലസ് 18 18 വയസ്സായ പിള്ളേർക്ക് മാത്രമേ അത് കയറി കാണാൻ പറ്റുള്ളൂ. ചേച്ചിക്ക് ആപ്ലിക്കേഷനിലെ പണം കിട്ടൂ, അതുകൊണ്ടാണ്. അപ്പൊ പണത്തിന് വേണ്ടിയാണ് എന്ന് ചേച്ചി സമ്മതിക്ക്. എന്നാ പോട്ടെ, പണത്തിനും കൂടി വേണ്ടിയാണ് എന്ന് സമ്മതിക്കും.
ആയിക്കോട്ടെ. ആ ഓക്കെ, അത്രേ പറഞ്ഞോളൂ. അത് മാത്രം ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ല പൈസ കിട്ടുന്നില്ല എന്ന് ഞാൻ അത് പറഞ്ഞില്ല. നമ്മുടെ പോയിന്റ്, അത് നമ്മുടെ ഏകദേശം അത് ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് ചേച്ചി ഏകദേശം ഞാനിത് ചെയ്യുന്നു, പൈസക്ക് വേണ്ടി ചെയ്യുന്നു, ആയിക്കോട്ടെ, അങ്ങനെ കരുതിക്കോ. തർക്കിച്ച് നമ്മുടെ പോയിന്റിലേക്ക് കടക്കണ്ട. പറ, ബാക്കി പറ. ബാക്കി ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഇപ്പൊ ഏകദേശം നമ്മുടെ ആ പോയിന്റ് പൂർണ്ണമായെന്നാണ് എന്റെ point വിശ്വാസം. എത്തിയല്ലോ. ചേച്ചി അവസാനം അതിലേക്ക് തന്നെ എത്തി. അത് എത്തിച്ചു എന്നും വേണേ പറയാം, എത്തിയെന്നും വേണേ പറയാം. എത്തിച്ചു. ചേച്ചി സമ്മതിച്ചില്ലേ?